ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സെക്ഷണൽ വ്യൂവിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചറാണ്. സോ ഡയഗ്രാം ഷോയിങ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് അതിൻ്റെ സെക്ഷൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ പിക്ചർ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെയർ ഓഫ് ഓവറീസ്, 2 ഓവറികളുണ്ട്. അതുപോലെ ഈ ഓവറിയിൽ നിന്നുള്ള അടുത്ത ഭാഗമാണ് ഓവിഡക്റ്റ് അഥവാ ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ ഇത്രയും ഭാഗം ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തു, 3 ഭാഗങ്ങൾ അടങ്ങിയ ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ ഓവറി കഴിഞ്ഞ് അടുത്ത ഭാഗം ഫെല്ലോപ്പിയൻ ട്യൂബാണ്. ഓവറി നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത്. സോ ഓരോ ഓവറിയും യൂട്രസുമായിട്ട് പെൽവിക് റീജിയനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലിഗമെൻറ്റുകൾ വഴിയാണ്, അറ്റാച്ച്മെൻറ്റ് ലിഗമെൻറ്റ് വഴി. അത് കഴിഞ്ഞ് ഓവറി ഓവിഡക്റ്റ് വഴി പെൽവിക് റീജിയനുമായിട്ടും നമ്മുടെ യൂട്രസുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ഓവറിയിൽ നിന്ന് ഓവിഡക്റ്റിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇൻഫെൻറ്റിബുലം, ഓവറിയുടെ തൊട്ടടുത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഫെൻറ്റിബുലം, ക്ലോസസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവറി എന്ന് പറഞ്ഞു. ആ ഇൻഫെൻറ്റിബുലത്തിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതാ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിന് നമ്മൾ എന്താ പറഞ്ഞത്, ഫിംബ്രിയെ. സോ ഓവറിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇൻഫെൻറ്റിബുലം, അതിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ. ഈ ഫിംബ്രിയാണ് ഓവറിൽ നിന്ന് ഓവർ റിലീസ് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു നേരോ പോർഷനാണ്, വൈഡർ പോർഷനാണ് ആംപ്യൂള. സോ ഇംപ്യൂള കഴിഞ്ഞാൽ അടുത്ത ഇൻഫെൻറ്റിബുലം കഴിഞ്ഞ അടുത്ത ഭാഗമാണ് ആംപ്യൂള. ആംപ്യൂള കഴിഞ്ഞാൽ പിന്നെ അത് ലീഡ് ചെയ്യണത് ഇസ്തുമസ് എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ്. സോ ഇൻഫെൻറ്റിബുലം, ആംപ്യൂള, ഇസ്തുമസ്, ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് അഥവാ ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ ഓവറിയിൽ നിന്ന് ഓവർ റിലീസ് ചെയ്ത് ഫിംബ്രിയ അതിനെ കളക്ട് ചെയ്ത് ഇൻഫെൻറ്റിബുലം, പിന്നെ ആംപ്യൂള, പിന്നെ ഇസ്തുമസ്. ഇങ്ങനെയാണ് അതിൻ്റെ പാസേജ്. സോ ഓവിഡക്റ്റ് 2 സൈഡിലും നമുക്ക് അതുപോലെ കാണാൻ പറ്റും. ഇൻഫെൻറ്റിബുലം, ആംപ്യൂള ആൻഡ് ഇസ്തുമസ്. ഇസ്തുമസ് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ യൂട്രസിലേക്കാണ്. സോ നമുക്കിവിടെ കാണാം യൂട്രൈൻ ക്യാവിറ്റി, അതുപോലെ ഈ റീജിയനാണ് യൂട്രൈൻ ഫണ്ടസ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് യൂട്രസ് കഴിഞ്ഞിട്ട് ആ യൂട്രസിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 3 ലെയറുകൾ എന്തൊക്കെയാണ്? ഔട്ടർ റീജിയൻ, പെരിമെട്രിയം, പുറത്തുള്ള മെംബ്രെയിനസ് ആയിട്ടുള്ള പെരിമെട്രിയം, പിന്നെ മയോമെട്രിയം, മസ്കുലാർ ആയിട്ടുള്ള മയോമെട്രിയം, എൻഡോമെട്രിയം, ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ്, യൂട്രൈൻ ക്യാവിറ്റിയുടെ ഇന്നർ ലൈനിങ് എൻഡോമെട്രിയം, ഗ്ലാൻഡുലാർ ആയിട്ടുള്ള എൻഡോമെട്രിയം, മിഡിൽ മസ്കുലാർ ആയിട്ടുള്ള മയോമെട്രിയം, ഔട്ടർ മെംബ്രെയിനസ് ആയിട്ടുള്ള പെരിമെട്രിയം. അത് കഴിഞ്ഞിട്ട് യൂട്രസ് ജോയിൻ ഈ ഭാഗങ്ങൾ കഴിഞ്ഞ് പിന്നെ ലീഡ് ചെയ്യുന്നത് സെർവിക്സ് നമ്മൾ പറഞ്ഞു. സോ യൂട്രസ് വെജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ത്രൂ സെർവിക്സ് ആണ്. സെർവിക്സിലെ ക്യാവിറ്റി ലൈക്ക് സ്ട്രക്ചറാണ് സെർവിക്കൽ കനാൽ. സോ സെർവിക്കൽ കനാലും വെജൈനയും കൂടി അതിനോട് നമ്മൾ വിളിച്ച പേരാണ് ബർത്ത് കനാൽ. സോ ഇത്രയാണ് പെയർ ഓഫ് ഓവറി, ഓവിഡക്റ്റിൻ്റെ ഇൻഫെൻറ്റിബുലം, ആംപ്യൂള, ഇസ്തുമസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ. അത് കഴിഞ്ഞ് അത് ജോയിൻ ടു ദ യൂട്രസ്, യൂട്രൈൻ ഫണ്ടസ്. അത് കഴിഞ്ഞിട്ട് ആ യൂട്രസിൻ്റെ 3 ലെയറുകൾ, ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം, മസ്കുലാർ, ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം. അത് കഴിഞ്ഞ് സെർവിക്സ് വഴി സെർവിക്കൽ കനാലിലൂടെ വെജൈനയിലേക്ക് പാസ് ചെയ്യുന്നു. സെർവിക്കൽ കനാലും വെജൈനയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. ഇത്രയാണ് അതിൻ്റെ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്.